أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. صدق الله. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു അബസയിലെ 17 മുതൽ 6 ആയത്തുകളാണ് ഓതി വെച്ചിട്ടുള്ളത്. നേരത്തെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഅ്ജിസത്താണ് എന്ന രൂപത്തിലുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാനു, മനുഷ്യൻ തുലയട്ടെ. മാ അക്ഫറഹു, എന്തൊരു നന്ദി കെട്ടവനാണ് അവൻ. മറ്റൊരർത്ഥം, എങ്ങനെയാണ് അവന് നന്ദി കെട്ടവനാവാൻ കഴിയുക? മിൻ അയ്യി ശൈഇൻ ഖലഖഹ, എന്ത് വസ്തുവിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്? മിൻ നുത്ഫത്തിൻ, ശുക്ലത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖലഖഹു, അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫഖദ്ദറഹു, എന്നിട്ട് അവൻ്റെ കണക്കാക്കലും നടത്തിയിരിക്കുന്നു, കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. സുമ്മ സബീല, പിന്നെ നേർമാർഗം യസ്സറഹു, അവന് എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സുമ്മ അമാതഹു, പിന്നെ അവനെ മരിപ്പിക്കുന്നു. ഫഅഖബറഹു, അവനെ ഖബറടക്കം ചെയ്യുന്നു. സുമ്മ, പിന്നെ ഇദാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന സമയപ്പോഴാണോ അപ്പോൾ അൻശറഹു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഖുതിലൽ ഇൻസാനു, മനുഷ്യൻ തുലയട്ടെ. നേർക്ക് നേരെ അർത്ഥം പറഞ്ഞാൽ ഖുതിലൽ ഇൻസാനു, മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കട്ടെ എന്നൊക്കെ അർത്ഥമാക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ തുലയട്ടെ എന്നാണ്. അറബികൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു രീതിയാണ്. ഖുതിലൽ ഖറാസൂൻ, അങ്ങനെ ഖുതില എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. മനുഷ്യൻ തുലയട്ടെ. മാ അക്ഫറഹു, എന്താണ് അവനെ നന്ദി കെട്ടവനാക്കിയത്? അല്ലെങ്കിൽ എന്തൊരു നന്ദി കെട്ടവനാണ് അവൻ? മനുഷ്യന്റെ ജനനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അവനെ എങ്ങനെയാണ് നന്ദി കെട്ടവനാവാൻ സാധിക്കുക? നേരത്തെ ഈ സൂറത്ത് തുടങ്ങിയത് തന്നെ ഉയർന്ന ശ്രേണിയിലുള്ള ആളുകൾക്ക് വലിയ പരിഗണനയും താഴ്ന്ന വിധാനത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് താഴ്ന്ന പരിഗണനയും നൽകുന്ന ഒരു രീതിയായിരുന്നു മനുഷ്യ സമൂഹം തുടർന്നു വന്നിരുന്നത്, പ്രത്യേകിച്ച് അറേബ്യൻ സമൂഹം. അപ്പം അതെങ്ങനെ സാധിക്കുന്നു? മനുഷ്യൻ എങ്ങനെയാണ് അഹങ്കാരത്തോടുകൂടി നടക്കാൻ പറ്റുക? എങ്ങനെ നന്ദി കെട്ടവനാവാൻ സാധിക്കുക? അവൻ്റെ പശ്ചാത്തലമൊന്നും ഓർക്കുന്നില്ലേ? എന്നിട്ട് പറയാണ് മിൻ അയ്യി ശൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? മനുഷ്യൻ ഏതൊരവസ്ഥയിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്? വളരെ മ്ലേച്ഛമായ അവസ്ഥ. മിൻ നുത്ഫത്തിൻ ഖലഖ, ശുക്ലത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ അറപ്പോട് കൂടി മാത്രം കാണാൻ പറ്റുന്ന, കഴുകിക്കളയുന്ന, അത് കഴുകിയിട്ട് വൃത്തി കാണിക്കുന്ന മനുഷ്യൻ. അപ്പൊ വൃത്തിയില്ലാത്ത ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യന്റെ ജനനം. എന്നിട്ട് അല്ലാഹു ഫഖദ്ദറഹു, അവനെ കണക്കാക്കിയിരിക്കുന്നു. അവൻ്റെ ഗർഭപാത്രത്തിൽ അവനെ നിർത്തുന്ന രീതി,
അതേപോലെ തന്നെ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഒക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിരുന്നു. കാല് കീഴോട്ടും തല മേലോട്ടും ആക്കിയിട്ടാണല്ലോ ഗർഭപാത്രത്തിൽ മനുഷ്യൻ കിടക്കുന്നത്. പക്ഷെ പ്രസവിക്കാനാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് അവന് നേരെ മറിച്ച് തല ആദ്യവും കാല് പിന്നേക്കുമാക്കുന്നു. കാരണം അവന് വരാനുള്ളത് വളരെ ചെറിയ ഒരു ദ്വാരത്തിലൂടെയാണ്. നേരെ എതിരായിരുന്നു വന്നതെങ്കിൽ അവൻ അവിടെ കുടുങ്ങിക്കിടക്കും. കുടുങ്ങാതിരിക്കാൻ തല ആദ്യം പുറത്തേക്ക് വരുന്ന രീതി അത് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തതാണ്. ഫഖദ്ദറഹു, അവനെ അള്ളാഹു കണക്കാക്കിയിരുന്നു. ശുക്ലം, ഭ്രൂണം, ആണ്, പെണ്ണ്, ഭാഗ്യം, ദൗർഭാഗ്യം, ഇതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ കണക്കാണ്. അതുപോലെ തന്നെ സൃഷ്ടിക്ക് ശേഷമുള്ള അള്ളാഹുവിൻ്റെ രൂപപ്പെടുത്തൽ അതും അള്ളാഹുവിൻ്റെ കണക്കായിട്ട് ഉദ്ധരിക്കാവുന്നതാണ്. സുമ്മ സബീല യസ്സറ, പിന്നെ നേർമാർഗത്തിലേക്കാണ് അവൻ വരുന്നതെങ്കിൽ അവന് രണ്ട് വഴിയും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നേർമാർഗത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ട് വഴിയും കാണിച്ചു കൊടുത്തു എന്ന് നേരത്തെ നമ്മുടെ സൂറത്തിൽ ബലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വഴി അതിൽ ഏറ്റവും എളുപ്പം സന്മാർഗത്തിലൂടെ പോകുന്നതാണ്, ആരെയും ദ്രോഹിക്കാതെ എന്നാൽ അവരെ തന്നെയും യാതൊരു അപജയവും ഇല്ലാതെ പുൽകാൻ പറ്റുന്ന വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ആ വഴി അവൻ നീങ്ങിയാലും ശരി നീങ്ങിയില്ലെങ്കിലും ശരി ആ വഴി അവൻ എളുപ്പമാക്കി കൊടുത്ത ശേഷം സമയമെത്തുമ്പോൾ സുമ്മ അമാതഹു, പിന്നെ അവനെ മരിപ്പിക്കുന്നു. ഈ ലോകത്ത് എത്രയാണോ അവന് ആയുസ് അള്ളാഹു കൊടുത്തതെങ്കിൽ അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് അവൻ ഇവിടെ നിന്ന് പോവേണ്ടി വരുന്നു. ഫഅഖ്ബറഹു, എന്നിട്ട് അവനെ ഖബറടക്കം ചെയ്യുന്നു. എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്, മരിച്ചു കഴിഞ്ഞാൽ അവനെ ഖബറടക്കം നടത്തുന്നു. പക്ഷേ മനുഷ്യനല്ലാത്ത മറ്റ് ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം, കന്നുകാലികളാവട്ടെ അതേപോലെ ഹിംസ്ര ജന്തുക്കളാവട്ടെ, അവയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവയെ കുഴിമാടത്തിലിട്ടുകൊണ്ട് ഒരിക്കലും തന്നെ അടക്കം ചെയ്യുന്ന രീതിയില്ല. അവിടെ കടന്ന് പുഴുത്ത് നാറിപ്പോകുന്ന അവസ്ഥയാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫഅഖ്ബറഹു, അവനെ ഖബറടക്കം ചെയ്യുന്നു. അവൻ്റെ ദുർഗന്ധം പുറത്തേക്ക് കാണാതെ, അതേപോലെ തന്നെ അവനെ സംബന്ധിച്ച് നല്ലൊരു വിചാരത്തോടു കൂടി അടക്കം ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്നു. സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നെ എവിടെയാണോ അള്ളാഹു ഉദ്ദേശിച്ചത്, എങ്ങനെയാണോ അള്ളാഹു ഉദ്ദേശിച്ചത്, ആ സമയത്ത് എപ്പോഴാണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ സമയത്ത് രണ്ടാമത്തെ കാഹളമുത്തോട് കൂടിയിട്ട് അവനെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു, അഥവാ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതിലൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കണക്കൂല. എപ്പോഴാണ് മരിക്കുക എന്നുള്ളതോ എവിടെയാണ് പിന്നെ കബറടക്കം നടത്തുക എന്നുള്ളതോ, ഇനി കബറടക്കം നടത്താൻ പറ്റുന്ന രൂപത്തിലാണോ അവൻ്റെ ബോഡി കിട്ടുക എന്നതിനെ സംബന്ധിച്ചിട്ടോ, കടലിലോ അല്ലെങ്കിൽ കരയിലോ വാനലോകത്ത് വെച്ചുകൊണ്ടോ എവിടെ നിന്നാണ് അവൻ്റെ അന്ത്യമെന്നോ, ഹിംസ്ര ജന്തുക്കൾ ഭക്ഷിച്ചുകൊണ്ട് പോവുകയാണോ സ്വഭാവം ഒന്നും പറയാൻ വയ്യ. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഫഖദ്ദറഹു, അള്ളാഹു കണക്കാക്കിയ കണക്ക് പ്രകാരമാണ് എന്നർത്ഥം. അപ്പം അതിലൊക്കെ അള്ളാഹുവിൻ്റെ കണക്കാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് അവനെ സംബന്ധിച്ച് നേർമാർഗം ഉൽഗണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ മാത്രമാണ്. ആ നേർമാർഗത്തിലേക്ക് വരികയാണെന്ന് വെച്ചാൽ സുമ്മ സബീല യസ്സറ, ആ മാർഗം അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ആ മാർഗം പുൽകാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവനും ഇതേപോലെ തന്നെ മരണപ്പെടുന്നു, ഖബറടക്കം നടത്തുന്നു. അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് തന്നെ അവൻ പുറത്തേക്ക് വരികയും ചെയ്യും. അവൻ്റെ ഭാഗധേയം എന്താണോ അത് അവന് നിശ്ചയിച്ചു കൊടുത്ത സംഗതി അവനത് സ്വീകരിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ എല്ലാം എളുപ്പമാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നമ്മളുടെ പരലോകം അള്ളാഹു ശാശ്വതമായ സ്വർഗത്തിൽ നിത്യസ്വർഗത്തിലാക്കി തരുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.